മധ്യപ്രദേശത്ത് നിന്ന് കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ആവേശത്തിന് ചൂടുപിടിപ്പിച്ചിരിക്കുന്നത് വിരുന്നു വിവാദമാണ്. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ NK പ്രേമചന്ദ്രൻ MP പങ്കെടുത്തതിനെ CPIM രാഷ്ട്രീയ ആയുധമാക്കി. CPIM പ്രചാരണത്തിനെതിരെ പ്രേമചന്ദ്രൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രേമചന്ദ്രന് കവചമൊരുക്കി UDF നിലയുറപ്പിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിരുന്ന് ഒരു പ്രധാന വിഷയമായി മാറുകയാണ്. ഹാട്രിക് വിജയം പ്രതീക്ഷിച്ച് NK പ്രേമചന്ദ്രനും RSPയും UDFും MA ബേബിയും KN ബാലഗോപാലും തോറ്റെടുത്ത് പുതുമുഖത്തെ ഇറക്കി ഇടത് സ്വഭാവമുള്ള മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് CPM ശ്രമിക്കുന്നത്. വലിയ രാഷ്ട്രീയ പോര് നടക്കുന്ന മണ്ഡലത്തിൽ രാഷ്ട്രീയ വിവാദങ്ങളും സജീവമായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ കൊല്ലം സംസ്ഥാന ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത് CPIM വലിയ പ്രചാരണമാക്കി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രേമചന്ദ്രൻ BJPയോട് അടുക്കുന്നു എന്ന നിലയിൽ വരെയായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം. ഇതിനെ പ്രതിരോധിച്ചും മറുപടി പറഞ്ഞും പ്രേമചന്ദ്രൻ തന്നെ രംഗത്തെത്തി. കൂട്ടിന് UDF നേതാക്കളും. സ്നേഹവിരുന്നിൽ പങ്കെടുത്തത് പാർലമെന്ററി രംഗത്ത് മികവ് പുലർത്തിയവരായിരുന്നു. അവിടെ പ്രധാനമന്ത്രി രാഷ്ട്രീയം പറഞ്ഞില്ല. രാഷ്ട്രീയം പറഞ്ഞിരുന്നെങ്കിൽ വിയോജിപ്പ് അറിയിക്കുമായിരുന്നു എന്നാണ് NK പ്രേമചന്ദ്രന്റെ മറുപടി. പരസ്യമായിട്ടാണ് പാർലമെന്റിന്റെ ക്യാന്റീനിൽ, ഒന്നാം നിലയിലുള്ള ക്യാന്റീനിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മറ്റു നിരവധി പാർലമെന്റ് അംഗങ്ങളുണ്ട്. അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പരസ്യമായി നടത്തിയ ഒരു സൗഹൃദ സംഭാഷണം അല്ലെങ്കിൽ സൗഹൃദ വിരുന്ന് എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. VD സതീശനും K മുരളീധരനും പ്രേമചന്ദ്രന് പരസ്യ പിന്തുണ നൽകി. പ്രേമചന്ദ്രനെ സംഖ്യയാക്കാൻ ശ്രമിച്ചാൽ ഒറ്റക്കെട്ടായി ചെറുക്കും. BJPക്കെതിരെ സഭയ്ക്കകത്തും പുറത്തും പോരാടുന്ന ഒരാളാണ് NK പ്രേമചന്ദ്രൻ. അങ്ങനെയുള്ള പ്രേമേന്ദ്രനെ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ളതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ UDF ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് NK പ്രേമേന്ദ്രനെ വിളിച്ചു. അടിയന്തരമായി ചെല്ലണമെന്ന് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പേര് ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ. തെറ്റ്. ഇതിനിടെ കൊല്ലം സീറ്റ് നോട്ടമിട്ട് INTUCയും രംഗത്ത് വന്നു. 2 തവണ കൊല്ലത്ത് നിന്ന് RSP ജയിച്ചു. ഇനി പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നും കോൺഗ്രസിന്റെ 16 സീറ്റിൽ 1 സീറ്റ് INTUCക്ക് നൽകണമെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു. കൊല്ലം സീറ്റിൽ കണ്ണ് വെക്കേണ്ടെന്ന സൂചന നൽകിയായിരുന്നു INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന്റെ പ്രസ്താവനയ്ക്കുള്ള NK പ്രേമചന്ദ്രന്റെ മറുപടി. കൊല്ലം സീറ്റിൽ RSP തന്നെ മത്സരിക്കും. UDF ഇക്കാര്യത്തിൽ എടുത്തതാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയിലെ ഉഭയകക്ഷി ചർച്ചകൾ കഴിഞ്ഞു. കൊല്ലം ലോക്സഭാ സീറ്റ് RSPക്കാണ് എന്നാണ് അവരുടെ നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. അതിനകത്തൊരു ആശയക്കുഴപ്പത്തിന്റെ പ്രശ്നമേ ഇല്ല. കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് പരിഹരിച്ചുകൊള്ളും. ആ കാര്യത്തിൽ അവർ പ്രതികരിക്കും. ഇടഞ്ഞു നിൽക്കുന്ന R ചന്ദ്രശേഖരനെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷം പ്രേമചന്ദ്രന് ഭീഷണി ഉയർത്തുമോ? കുമ്മനം രാജശേഖരനെ ഇറക്കി നായർ വോട്ടുകൾ BJP നേടുമോ? ഇങ്ങനെയെല്ലാമായിരിക്കുമോ കൊല്ലത്ത് നടക്കാൻ പോകുന്ന രാഷ്ട്രീയം? വീഡിയോ ജേർണലിസ്റ്റ് JB ജ്യോതിഷിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.